മെയ് 4-നാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം നടന്നത്. ഇന്ന് മെയ് 12, 8 ദിവസം കഴിഞ്ഞു. എന്നിട്ട് മുഖ്യമന്ത്രി എവിടെ? എങ്ങോട്ട് തിരിഞ്ഞാലും കേൾക്കുന്ന ചോദ്യം ഇതാണ്. ചർച്ച തന്നെ ചർച്ച എന്ന മട്ടിൽ ഡൽഹിയിലും തിരുവനന്തപുരത്തുമായി മാരത്തൺ സെഷനുകൾ പലത് കഴിഞ്ഞു. എന്നിട്ടും തീരുമാനമായില്ല. മാർപ്പാപ്പ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സിസ്റ്റൈൻ ചാപ്പലിലെ പോക്കുകളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന പോലെ കേരളം ഡൽഹിയിലേക്ക് കൺപാർത്തിരിക്കുകയാണ് വെളുത്ത പുക കാണാൻ. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ ഫലമാണ് മെയ് 4-ന് പുറത്തു വന്നത്. ബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെല്ലാം മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടന്നു കഴിഞ്ഞു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും പുതിയ സഖ്യകക്ഷികളുടെ പിന്തുണയിൽ തമിഴ്നാട്ടിലെ TVK സർക്കാരുണ്ടാക്കി. എന്നിട്ടും 102 സീറ്റുള്ള കേരളത്തിലെ ഐക്യമുന്നണിക്ക് മാത്രം ഇതുവരെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭൂരിപക്ഷം കിട്ടിയാൽ മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രി നിശ്ചയിക്കുമെന്ന് വീമ്പ് പറഞ്ഞിരുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം ഇപ്പോൾ മൗനവ്രതത്തിലാണ്. അതോ മറവി രോഗം ബാധിച്ചോ? മുഖ്യമന്ത്രി ഇന്ന് വരും നാളെ വരുമെന്ന് കരുതി കാത്തിരുന്നവരെല്ലാം കണ്ണുകഴച്ച് എഴുന്നേറ്റ് പോയി. പലർക്കും ഇവർക്ക് വോട്ട് ചെയ്തു പോയല്ലോ എന്ന നിരാശയാണ്. ഹൈക്കമാൻഡ് എന്നാണ് തീരുമാനം പ്രഖ്യാപിക്കുക എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിക്കുമ്പോഴേ അറിയാൻ പറ്റും. ഇല്ല, സ്റ്റോപ്പിലെത്തിയില്ല. ചില സന്ദർഭങ്ങളിൽ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ കാരണം ചിലപ്പോൾ ട്രെയിൻ ലേറ്റ് ആവാറുണ്ട്. അതുപോലെ ആയിരിക്കും. പ്രത്യേകിച്ച് ഡൽഹി യാത്രയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില സന്ദർഭത്തിൽ കാലാവസ്ഥ മോശമാണെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആവാറുണ്ട്. എന്തിനുമൊരു കാരണമുണ്ടല്ലോ എന്ന് പറയും പോലെ മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിന് കോൺഗ്രസിനും പറയാനുണ്ട് കാരണങ്ങൾ. ഒന്നല്ല, പലത്. കോൺഗ്രസ് രാജ്യമെമ്പാടുമുള്ള ഒരു വലിയ പാർട്ടിയാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. ജയിച്ചു വന്ന MLA-മാരെ കാണണം, അഭിപ്രായം അറിയണം, ഘടകകക്ഷികളുടെ അഭിപ്രായം ആരായണം, മുതിർന്ന നേതാക്കളിൽ നിന്ന് വിവരം തേടണം എന്നിങ്ങനെ നടപടിക്രമങ്ങൾ ഏറെയാണെന്നാണ് ന്യായീകരണം. ലക്ഷണമൊത്ത ഈ ന്യായീകരണം കൊള്ളാം. പക്ഷേ അവിടെ ഇരിക്കട്ടെ, ഒരു ചോദ്യം മാത്രം. ഇതെല്ലാം കഴിഞ്ഞല്ലോ സാർ, എന്നിട്ടും തീരുമാനമില്ലല്ലോ. കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡർ സംബന്ധിച്ച ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണെന്ന് നിങ്ങളെപ്പോലെ ഞാനും മനസ്സിലാക്കുന്നു. വൈകലിനൊരു ചെറിയ മങ്ങലേറ്റിട്ടുണ്ട്. ദാറ്റ് ഐ ഡു അഡ്മിറ്റ്. വൈകിയതും ഇതുമായി ബന്ധപ്പെട്ട അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും. ആവനാഴിയിലെ ന്യായീകരണാസ്ത്രങ്ങളെല്ലാം തീർന്നാലും അവസാനം ഒറ്റ ഉത്തരം കൂടിയുണ്ട്. അതാണ് ക്ലാസ്. ഇത് കോൺഗ്രസ് ആണ്. അതാണ് ആ വിഖ്യാത മറുപടി. ശരിയാണ്, പാർട്ടി കോൺഗ്രസ് തന്നെ. പക്ഷേ 10 കൊല്ലം അധികാരത്തിന് പുറത്തു വന്ന ശേഷം ജനവിധി അനുകൂലമാകുമ്പോൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരെ ഇങ്ങനെ വെറുപ്പിക്കാമോ? അങ്ങനെയൊക്കെ കരുതാൻ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ AI ഗ്രൂപ്പുകൾ വാളും പരിചയമെടുത്ത് തെരുവിലേറ്റുമുട്ടിയ 90കളിത്. കാലം മാറി. ജനം എന്തും സഹിക്കുമെന്ന് വിചാരിക്കരുത്. ഗവൺമെന്റ് അല്ലേ വേണ്ടത്? ആദ്യം ഗവൺമെന്റ് അല്ലേ വേണ്ടത്? ഗവൺമെന്റ് ഒരു മുഖ്യമന്ത്രിയുടെ പ്രശ്നം മാത്രമല്ല, മന്ത്രിമാരും വരണ്ടേ? അത് കേരളത്തിൽ നടക്കുകയല്ലേ തെറ്റായ രീതി. മുഖ്യമന്ത്രിയായി ഏത് നേതാവിനെ നിശ്ചയിച്ചാലും തീരുമാനം ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നത് കേരളം പോലൊരു സംസ്ഥാനത്തിന് ചേർന്നതല്ല.